ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പാചകം എന്നുള്ളൊരു കലയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ മന്തിയാണ് കേട്ടോ. അങ്ങനെ ഒരു പേര് വരാൻ കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മന്തി അത്രയേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ 4 തക്കാളി എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുട്ട വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് കൂടി ഉണ്ടാക്കി വെക്കാം. ഇതുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കുള്ള പരിപാടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ കുഞ്ചിയും വെള്ളയും തമ്മിൽ യോജിപ്പിക്കാതെ എടുക്കണം. ഇതുപോലെ കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര രസമല്ലേ ഇങ്ങനെ കാണാൻ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നമുക്ക് മഞ്ഞയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് മാത്രം മതി. അങ്ങനെ 3 മുട്ടയിൽ നിന്നും ഇതുപോലെ മഞ്ഞ ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ യെല്ലോ ആ ഭാഗം കൂട്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ കിടക്കട്ടെ. നമുക്ക് ആദ്യം വൈറ്റ് സോസ് ഉണ്ടാക്കാം. കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ വെളുത്തുള്ളി പിന്നെ അതുപോലെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏറിയൊരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മന്തി മസാല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു മസാല ആ ഒരു മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഉള്ള പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ചപ്പ് പുതിന ഒക്കെ ഇട്ട ശേഷം ബീഫിൽ കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തക്കാളിയും വലിയുള്ളി പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ചതവ് നമ്മൾക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നമ്മൾ വേണമെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ മാഗി ക്യൂബ് പിന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ലാസ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ള ചതവിൻ്റെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതുണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ വേവിച്ച ടൊമാറ്റോ അതുപോലെ ചതവ് 2 പച്ചമുളക് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ വിനീഗറൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതേ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ ഏലക്കായ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ അരി അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇട്ടപാടെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അരി അതിൽ അടി കിടന്ന് ഇങ്ങനെ കട്ടായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ അതൊക്കെ കുറഞ്ഞു കിട്ടുമേ. ഇനി നമുക്ക് ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരി വേണം. അതിന് വേണ്ടി ഞാൻ ചിരട്ട ഈ ഗ്യാസും ഇതുപോലെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കത്തിയിട്ട് അതിൻ്റെ ആ ഒരു ചാര ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഈ ഒരു കനലാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് നമുക്ക് ദമ്മിടുന്ന പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് വാഴൻ്റെലയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മഞ്ഞ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ദമ്മിടൽ പ്രോസസ്സാണ്. വാട്ടിയ വാഴൻ്റെ ഇല ഇതുപോലെ ബീഫിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾ വെള്ളവും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ കൂട്ടാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്ത് ദമ്മിട്ടിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇതുപോലെ നമ്മുടെ ആ ഒരു കരി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഇത് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറും ബീഫൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കണം. ഇതുപോലെ കേട്ടോ. നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഗ്രേവി ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ മന്തി. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ കലയെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.